ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ പഠിപ്പിക്കലുകളെക്കുറിച്ചാണ്, ടീച്ചിങ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന വിഷയമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ വളരെ റാഡിക്കലൈസ്ഡ് ആണ്. നമുക്കറിയാം, നമുക്ക് എളുപ്പത്തിൽ അനുസരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. എളുപ്പത്തിലല്ല, ഒരിക്കലും അനുസരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മളത് യോഹന്നാൻ്റെ ലേഖനത്തിൽ സുവിശേഷത്തിൽ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഗിരിപ്രഭാഷണത്തിൽ നിന്നാണ് സംസാരിച്ചത്. അവിടെ ഒരു പുതിയ ആത്മീയത എന്താണ്, ആത്മാവിനെ ബേസ് ചെയ്തുള്ള ആ ഒരു സ്പിരിച്വാലിറ്റി, അതായത് നമ്മുടെ ലൈഫ് എന്താണ് എന്നൊക്കെയാണ് വിശദീകരിച്ചത്. പുതിയ ആത്മീയത, പുതിയ നീതി, പുതിയ വിശ്വാസം, ഇതെല്ലാമാണ് നമ്മൾ കണ്ടത്. ദൈവത്തിൽ എങ്ങനെയാണ് ആശ്രയിക്കേണ്ടതെന്നും ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്നും ഒക്കെ നമ്മൾ കണ്ടു. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ വചനം എങ്ങനെ നമ്മുടെ ഫൗണ്ടേഷനായി മാറണമെന്നും അങ്ങനെ പണിയുന്ന ഭവനങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നും കള്ളപ്രവാചകന്മാർ എങ്ങനെയാണ് ജനങ്ങളെ വഴിതെറ്റിക്കുന്നതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. അത് 9-ാം അധ്യായത്തിൽ കർത്താവ് നൽകുന്ന ഒരു പഠിപ്പിക്കലാണ്. കർത്താവിൻ്റെ ടീച്ചിങ്സ് മത്തായിയുടെ സുവിശേഷത്തിൽ വലിയ വലിയ ഭാഗങ്ങളായിട്ടാണ് നൽകിയിട്ടുള്ളത്. 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം ഒന്നിച്ച് കൊടുത്തപോലെ 13-ാം അധ്യായം, അങ്ങനെ ടീച്ചിങ്സ് എല്ലാം ഒന്നിച്ച് ക്രോഡീകരിച്ചാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇടയ്ക്ക് വരുന്ന ചില ടീച്ചിങ്സ് ഉണ്ട്. അതായത് ഒരു ഡിസ്കഷൻ്റെ ഭാഗമല്ലാതെ ഇടയ്ക്കിടയ്ക്ക് കർത്താവ് പറയുന്ന ചില വാക്കുകൾ. ഇവിടെ 9-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ചുങ്കക്കാരും പാപികളും വന്ന് ശിഷ്യന്മാരോടും യേശുക്രിസ്തുവിനോടും കൂടെ പന്തിയിലിരുന്നു എന്നുള്ളൊരു സീൻ ഇന്നത്തെ ഒരു കാഴ്ചപ്പാട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ഇത്തിരി വിചിത്രമായിട്ട് തോന്നാം. കാരണം ഒരു ആത്മീകമായൊരു പന്തി ഭോജനം, കർത്താവ് ചെയ്യുന്ന എല്ലാം ആത്മീകമാണല്ലോ. അവിടെ ചുങ്കക്കാരും പാപികളും നമ്മളൊന്നും നീതിമാന്മാരെന്ന് വിചാരിക്കാത്ത ആൾക്കാരുമായിട്ട് എല്ലാവരും ആഹാരം കഴിക്കുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അത്യാഗ്രഹികൾ ഇങ്ങനെയുള്ളവരായിട്ട് ആഹാരം പോലും കഴിക്കരുത്. അത് വിശ്വാസത്തിലുള്ളവരെ കുറിച്ചാണ്. ഇവിടെ ചുങ്കക്കാരും പാപികളെല്ലാം കർത്താവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നൊരു കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ 2 ചോദ്യങ്ങളാണ് ഇനി തുടർന്നുള്ള വാക്യങ്ങളിൽ പരീശന്മാർ കർത്താവിനെക്കുറിച്ച് ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ മോറൽ സെൻസിനെ കുറിച്ചാണ്, അതിൻ്റെ നീതിയെക്കുറിച്ചാണ്. അത് ഇങ്ങനെയാണ്: ഈ ചുങ്കക്കാരോടും പാപികളോടും എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക്, ഒരു മെശിഹായ്ക്ക്, കർത്താവിന്, ദൈവത്തിന് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നത്? ഇതാണ് അവരുടെ ഏറ്റവും വലിയൊരു ചോദ്യം. നമ്മൾ ആരുടെ കൂടെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ഞങ്ങളുടെ കൂട്ടായ്മകളിലൊക്കെ ഒത്തിരി സഹോദരിമാർ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നവരുണ്ട്, സഹോദരന്മാർ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നിട്ടുള്ള ഭവനങ്ങളുണ്ട്. പക്ഷെ അവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം, ആ ഭവനത്തിലെ അവിശ്വാസിയായ ആളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, സഭ എങ്ങനെ അവർക്ക് കൂട്ടായ്മ കൊടുക്കുന്നു, ഏത് തരത്തിലുള്ള സൗഹൃദം അവരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അവർക്ക് എന്ത് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഒരുക്കി കൊടുക്കുന്നു, അവർക്ക് തിരിഞ്ഞു വരുവാൻ തക്കവണ്ണം, അവർക്ക് ഒരുപക്ഷെ കർത്താവിനെ തിരിച്ചറിയാൻ തക്കവണ്ണം ഒരു വേദി, ഒരു തലം, ഒരു സൗഹൃദത്തിൻ്റെ തലം നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ടോ? അതോ അവരെ ശത്രുക്കളായും അവിശ്വാസികളായും കണ്ട് അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്? അപ്പോൾ വേർപാടെന്ന് പറയുന്നത് ശരിക്കും ഏതർത്ഥത്തിലാണ്? കർത്താവ് എന്താണ് പരീശന്മാരെയും ശാസ്ത്രിമാരെയും വലിയ നീതിമാന്മാരായിട്ട് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്തുകൊണ്ടാണ് പാപികളുടെ അടുത്തേക്ക് പോയത്, ചുങ്കക്കാരുടെ അടുത്തേക്ക് പോയത്? അവരെ വിളിച്ചുകൊണ്ട് വരാൻ കാരണം എന്താണ്? പ്രിയ സഹോദരങ്ങളെ, ബേസിക്കലി 2 തരത്തിലുള്ള പാപങ്ങൾ നമുക്ക് ഈ ലോകത്ത് കാണാൻ പറ്റും. ഒന്നാമത്തെ പാപം എന്ന് പറയുന്നത് നിയമലംഘനമാണ്. നിയമലംഘനം കൊണ്ടുണ്ടാകുന്ന പാപം നമുക്ക് മാനസാന്തരപ്പെടാൻ എളുപ്പമാണ്. കാരണം നിയമലംഘനം കൊണ്ടുള്ള പാപം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് അറിയാം. നമ്മുടെ മനസാക്ഷിയിൽ നിയമങ്ങളുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ പുസ്തകത്തിൽ നിയമങ്ങളുള്ളതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കും ഞാൻ നിയമം ലംഘിക്കുകയാണെന്നുള്ള കാര്യം. എന്നാൽ ഈ നിയമം അനുസരിക്കുന്നവർ ചെയ്യുന്ന വേറൊരു പാപം എന്ന് പറയുന്നത്, അത് ഞാൻ അനുസരിച്ച ആൾ എന്നുള്ള ആ പ്രൈഡിൽ നിന്ന് വരുന്നതാണ്. വേറെ ആൾ നോക്കുമ്പോൾ അനുസരിക്കാത്ത ആളെന്ന് തോന്നുന്ന ഒരു പ്രൈഡ്, ഈ പ്രൈഡിൽ നിന്ന് വരുന്നൊരു പാപമുണ്ട്. അത് സ്വയനീതിയുടെ പാപമാണ്. ഈ പാപം നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ്, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. അപ്പോൾ എന്താണ് പ്രൈഡ് എന്നുള്ളത്, ആ ഒരു പാപമാണ് ഈ പരീശരിലും ചുങ്കക്കാരിലും ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഞാൻ നീതിമാനാണ് എന്ന ഭാവം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ നീതിയിൽ രസിക്കുകയും മറ്റുള്ളവരെ ആ നീതി ഓർമ്മിപ്പിച്ച് അവരെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും നീതിക്ക് വേണ്ടി ദാഹിക്കാൻ സാധിക്കില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാൾ എന്തിനാണ് ഇനി നീതിക്ക് വേണ്ടി ദാഹിക്കുന്നത്? കാരണം ഹി ഫീൽസ് സാച്ചുറേറ്റഡ്, ഹി ഫീൽസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ റൈച്ചസ്നെസ് ദാറ്റ് ഹി ഹാസ്. അപ്പോൾ അതുകൊണ്ട് അവർ വേറൊന്നിനു വേണ്ടി ദാഹിക്കുന്നില്ല. കർത്താവിലേക്ക് നോക്കേണ്ട ഒരാവശ്യം അവർക്കില്ല. അവരുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നത്, ഞങ്ങൾ ഇത്രയൊക്കെ അനുസരിച്ചില്ലേ, ഞങ്ങൾ നിനക്ക് വേണ്ടി ഞങ്ങൾ സ്നാനപ്പെട്ടില്ലേ, നിനക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ വലിയ സഭയും നല്ല മഹത്വമുള്ള സ്ഥലം എല്ലാം വിട്ടിട്ട് ഇറങ്ങി വന്നില്ലേ, ഇനി നീ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യ് എന്നാണ്. അതാണ് ഇപ്പോഴത്തെ റിലീജിയോസിറ്റി എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മുടെ റൈച്ചസ്നെസ്സിനെ അംഗീകരിക്കുക എന്ന് മാത്രമാണ് ഈ ആളുകൾ ഇപ്പോൾ, അതായത് ഒരു പരീശൻ്റെ മനസ്സിലെ നീതി എന്ന് പറയുന്നത്. ഞാൻ നീതിമാനാണ്, ദൈവമേ നീ എൻ്റെ നീതിയെ നോക്ക്. നിനക്ക് ഞാൻ നീതിമാനാണെന്ന് മനസ്സിലാകുന്നില്ല, ഞാൻ ഇത്രയും ചെയ്തിട്ട് മനസ്സിലാകുന്നില്ല, എന്നാൽ പിന്നെ ചുങ്കക്കാരനെ പാപി ഒന്ന് നോക്കിക്കേ, അവരെക്കാളൊക്കെ ഞാൻ എത്ര നല്ലവനായിട്ട് ജീവിക്കുന്നത്, അപ്പോൾ എന്നെ നീതിമാനായിട്ടൊന്ന് അംഗീകരിക്കുക. ഇതാണ് പരീശൻ്റെ റിലീജിയൻ എന്ന് പറയുന്നത്. അവൻ്റെ റിലീജിയൻ്റെ ജീവൻ തന്നെ അനുസരിക്കാത്ത കുറേ പേർ അപ്പുറത്തുണ്ട്, അവരെ പോലെ അല്ല ഇവർ എന്നുള്ളതാണ്. അതാണ് ഇവരുടെ നീതിയുടെ അടിസ്ഥാനം. അപ്പോൾ കർത്താവ് നോക്കുമ്പോൾ ഇവർ കഠിനഹൃദയമുള്ളവരാണ്. കാരണം അവർ അനുസരിച്ചവരാണ്, അവർക്കൊന്നും ഇനി ആവശ്യമില്ല, യജമാനെ ആവശ്യമില്ല, നമ്മളെ രക്ഷിക്കുന്ന ഒരാളെ, ഒരു രക്ഷകനെ ആവശ്യമില്ല. കാരണം അവർ വിശ്വസിക്കുന്നത്, ഇന്നും ക്രിസ്ത്യാനിറ്റിയിൽ ഒത്തിരി ആൾക്കാർ അങ്ങനെയുണ്ട്, അവർ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നമ്മൾക്കെല്ലാം ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ഇനിയിപ്പം പ്രത്യേകിച്ച് എന്നെ രക്ഷിക്കാനൊന്നുമില്ല, ഞാനങ്ങ് രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഈ നിമിഷം കർത്താവിനെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് കപ്പാസിറ്റി ഉള്ളവരാണ്. അവരെ പണ്ട് കർത്താവ് രക്ഷിച്ചാണ് നന്ദിയുണ്ട്, അന്ന് ഫ്രീ ആയിട്ട് രക്ഷ തന്നാണ്. പക്ഷേ ഇന്ന് ഞാൻ ആ രക്ഷയിൽ നിലനിൽക്കുന്നത് ഞാനാണ്. അപ്പോൾ അങ്ങനെ കർത്താവ് എന്നെ ഒന്ന് സഹായിച്ചു തന്നാൽ മതി, അല്ലാതെ ഒരു ആശ്രയം, കർത്താവ് നീ അല്ലാതെ ഒന്നുമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, അങ്ങനൊരു ഫീലിംഗ് അവർക്കുണ്ടാകുന്നില്ല. അവർക്ക് ദൈവത്തെ വേണ്ടാത്തവരാണ്. അവർ മനുഷ്യപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർക്ക് കർത്താവിനെ വേണ്ട. അവർ സ്വയം പര്യാപ്തരാണ് നീതിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ വിശുദ്ധിയുടെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയുള്ളവരാണ് പരീശന്മാരെന്ന് പറയുന്നത്. പക്ഷേ കർത്താവ് പോയി ആഹാരം കഴിക്കുന്നത് എപ്പോഴും നീടുള്ളവരുടെ അടുത്തേക്കാണ്. നീടെന്ന് പറയുന്നത് ഈ ലംഘനങ്ങൾ ആണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ലംഘനങ്ങൾ അവരെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. അവർക്ക് ആഗ്രഹമുണ്ട് രക്ഷപ്പെടണമെന്ന്, പക്ഷെ അവർക്ക് മറ്റുള്ളവരെ പോലെ അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ട് അവരുടെ ഇൻസ്റ്റിങ്ക്റ്റിന് കീഴടങ്ങി പലപ്പോഴും ജീവിക്കുന്നു. അപ്പോൾ കർത്താവ് അവരോട് ഭയങ്കര സിമ്പതി കാണിക്കുന്നത് നമ്മൾ കാണുന്നത്. അതായത് കർത്താവ് ഒരിക്കലും ഒരു പാപിയെ പിടിച്ച് വഴക്ക് പറഞ്ഞിട്ടില്ല. ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് അവരെ ആ പാപത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. ഒത്തിരി പേരെ നമുക്കങ്ങനെ കാണാം. പാപങ്ങൾ മോചിച്ചു കൊടുത്തിട്ടുണ്ട്, പാപങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചിട്ടുണ്ട്, പിന്നെ അവർ പാപം ചെയ്യാതെ ജീവിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ പാപിയെ പോലും കർത്താവ് വഴക്ക് പറഞ്ഞിട്ടില്ല. മറ്റു മതങ്ങളിലുള്ളവരെ വഴക്ക് പറഞ്ഞിട്ടില്ല, മറ്റു മതങ്ങളിലെ ദൈവങ്ങളെ പോലും വഴക്ക് പറഞ്ഞിട്ടില്ല. കർത്താവ് ആകെ ടാർഗറ്റ് ചെയ്തത് നീതിമാന്മാരെന്ന് വിചാരിച്ച് നടക്കുന്നവരെ മാത്രമാണ്. കർത്താവിൻ്റെ എല്ലാ ടീച്ചിങ്സിലും കർത്താവ് ടാർഗറ്റ് ചെയ്തത് ഒരു റിലീജിയൻ, മതം എന്ന് പറയുന്ന ആ ബന്ധനം, ആളുകളെ പലതായിട്ട് തിരിക്കുന്ന, പല ഗ്രൂപ്പുകളായി വിഭജിക്കുന്ന മതം എന്ന ബന്ധനത്തിന് എതിരെയാണ് കർത്താവ് സംസാരിച്ച മുഴുവൻ. അപ്പോൾ കർത്താവ് സമരിയാക്കാരെയും ഇവരെല്ലാവരും ഒന്നായിട്ട് കണ്ടു. ഇവിടെ ചുങ്കക്കാരും പരീശന്മാരും മുഖ്യധാരയിൽ നകന്നവരും ഗുണമില്ലാത്തവരും തള്ളിക്കളയപ്പെട്ടവരായിരുന്നെങ്കിലും കർത്താവിന് അവർ വളരെ പ്രിയപ്പെട്ടവരായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ കർത്താവ് അവരുമായിട്ട് കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ദാറ്റ് വാസ് എ ബ്രേക്കിംഗ് ഓഫ് കൺവെൻഷൻസ്. കാരണം നീതിമാൻ്റെ കൂടെ അങ്ങനെയാണ്. ഇപ്പോൾ സഭകളിൽ പോലും നിങ്ങൾ നോക്കിയാൽ അറിയാം, അനേകം തരം ആൾക്കാരൊരു സഭയിൽ കാണും. പണമുള്ളവർ, പണമില്ലാത്തവർ, വലിയ ജാതിയിൽപ്പെട്ടവർ, ചെറിയ ജാതിയിൽപ്പെട്ടവർ, ഇങ്ങനെയുള്ള പല വിദ്യാഭ്യാസമുള്ളവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ആൾക്കാർ കാണും. അങ്ങനെ ഒരു സഭയിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ നിങ്ങൾ ആ സഭയ്ക്കകത്തുള്ളൊരു ഫെലോഷിപ്പ് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ വിദ്യാഭ്യാസമുള്ളവരുമായിട്ട്, പാട്ട് പാടുന്നറിയാവുന്നവരുമായിട്ട്, ഒരേ കുടുംബത്തിലുള്ളവർ അവരുമായിട്ട്, ഈ സഭയ്ക്കകത്ത് വേറെ കുഞ്ഞു ഫെലോഷിപ്പുകൾ ഉണ്ടായിരിക്കുന്ന കാണാം. അതായത് വലിയ സഭകളായി കഴിയുമ്പോൾ ഒരുപോലെ സംസാരിച്ചാൽ, ഇപ്പോൾ ഒരാൾ എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടം തോന്നുവാണെങ്കിൽ ആ ആളുമായിട്ട് എനിക്ക് കൂട്ടുകൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സഭയ്ക്കകത്ത് തന്നെ അതിൽ പലതരം ആൾക്കാർ ആ സഭയിൽ വന്നാൽ, ഇപ്പം മറ്റ് ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ആൾക്കാർ, ഈ പരമ്പരാഗത ക്രിസ്ത്യ വിശ്വാസം വന്നവർ, ജന്മനാ പെന്തക്കോസുകാരായിരുന്നവർ, ഇവന് പലതരത്തിലുള്ള ആൾക്കാർ ഒരു സഭയിലോട്ട് വരുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പിള്ളേരുടെ പോലും ഈ അവരവർ അതേ രീതിയിലുള്ള ആൾക്കാരോട്ടാണ് കൂടുതൽ കൂട്ടുകൂടുന്നത്. അതാണ് മാനുഷികമായിട്ട് എളുപ്പം. പക്ഷെ കർത്താവിൻ്റെ ആ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് മാനുഷികമായൊന്നല്ല. അവിടെ കർത്താവ് കൂടുന്നത് തികച്ചും വ്യത്യസ്തരായ ആൾക്കാരുമായിട്ടാണ്. കാരണം കൂടുതൽ ആവശ്യം, ആ ഫെലോഷിപ്പിൻ്റെ ആവശ്യം അവർക്കാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ഇവർ രോഗികളാണല്ലോ, നിങ്ങൾ തന്നെ സമ്മതിച്ചു, ഇവർ ഗുണമില്ലാത്തവരാണ്, പാപികളാണ്, അവർക്ക് ദൈവത്തിന് മുമ്പ് നിൽക്കാൻ നിങ്ങളെപ്പോലുള്ള കപ്പാസിറ്റി ഇല്ല, നിങ്ങൾ തന്നെ പറയുന്നു. അപ്പോൾ ആരാണ് രോഗികൾ ഈ വരുന്നവരാണ്. അപ്പം ഞാൻ അവരെ രക്ഷിക്കാൻ വരുന്ന ആളാണെങ്കിൽ ഞാൻ ആരുടെ അടുത്തേക്കാണ് പോകേണ്ടത്? നിങ്ങളുടെ അടുത്തേക്ക് എന്തിനാണ് വരുന്നത്? പാപികളെ തിരഞ്ഞെടുത്ത് രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് വന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമാണ്, പാവങ്ങളോടുള്ള കരുണ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും കുറച്ചുണ്ട്. ചിലർക്ക് വളരെ കുറവാണ്, ചിലർക്ക് ഒത്തിരി കൂടുതലുണ്ട്. എന്നാൽ എല്ലാ സമൂഹങ്ങളിലും നമുക്കത് കാണാം, പാവങ്ങളോടുള്ള കരുണ എന്ന് പറയുന്നത്, ചാരിറ്റി. ഒരാൾ രോഗിയായി കിടക്കുന്നവരോടുള്ളൊരു ചാരിറ്റി, ഒരു സ്നേഹം, അല്ലെങ്കിൽ പണമില്ലാത്തവരെ സഹായിക്കണം. പക്ഷേ ഈ പണം തട്ടിച്ചു മാറ്റുന്നവനോട്, അല്ലെങ്കിൽ ചുങ്കക്കാരെ പോലെ കള്ളം പറഞ്ഞ് പൈസ അടിച്ചു മാറ്റുന്നവരോട്, അല്ലെ പാപത്തിൽ ജീവിക്കുന്നവരോട്, ഇങ്ങനെയുള്ളവരോട് നമുക്ക് സ്നേഹമുണ്ടോ? ഇല്ല. അതാണ് പരീശത്വം എന്ന് പറയുന്നത്. പാപികളോട് കരുണ കാണിക്കാൻ കർത്താവിന് മാത്രമേ പറ്റുള്ളൂ, പാവങ്ങളോട് കരുണ കാണിക്കാൻ ആർക്കും പറ്റും. അപ്പോൾ പാപികളോടുള്ള കരുണ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മാത്രം. കാരണം പാപികളോട് കരുണ കാണിച്ചില്ലെങ്കിൽ നമ്മൾ ആരും രക്ഷപ്പെടില്ല. നമ്മളിൽ ചിലരെങ്കിലും നീതിമാന്മാരെന്ന് വിചാരിക്കാനുള്ള കാരണം നമുക്ക് പാപങ്ങളെക്കുറിച്ച് ബോധം വരാത്തത് കൊണ്ടാണ്.
അപ്പോൾ പാപികളോട് കരുണ കാണിക്കുന്നുള്ളതാണ് കർത്താവിൻ്റെ ആ ഒരു വഴി. ആ കർത്താവിൻ്റെ വഴി തന്നെ അതാണ്. ഹീ കെയിം ഫോർ ദ സിന്നേഴ്സ്. നിങ്ങൾക്ക് ഞാൻ ഈ പ്രസംഗം, ഈ വചന പഠനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പാപിയാണ് നിങ്ങളെന്ന് തോന്നുന്നില്ലെങ്കിൽ, അട്ടർമോസ്റ്റ് സിന്നറാണ് നിങ്ങളെന്ന് തോന്നുന്നില്ലെങ്കിൽ കർത്താവിനെ കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ല. കർത്താവ് നിങ്ങളുടെ അടുക്കിലേക്ക് വരേണ്ട കാര്യമില്ല. കാരണം നിങ്ങളൊരു മത്സരത്തിലാണ്. ദൈവത്തിന് മുമ്പിൽ ഞാൻ കൊള്ളാം എന്ന് തെളിയിക്കാനൊരു മത്സരം. ആ മത്സരത്തിൽ ഒരു മനുഷ്യന് ജയിക്കാൻ സാധിക്കില്ല. ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കാതെ, അവൻ നമ്മളെ രക്ഷിക്കാതെ ഒരാൾക്കും പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് പാപികളെന്ന്, ഇനിയും രക്ഷ ആവശ്യമുള്ളവർ, ഇനിയും വിശുദ്ധി ആവശ്യമുള്ളവർ, സ്വയം അത് നേടാൻ കഴിയാത്തവർ, ഹെൽപ്ലെസ് ആൻഡ് ബ്രോക്കൺ, അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പാപിയുടെ മനസ്സ്, അതായത് അനുദവിക്കുന്ന ഒരു പാപിയുടെ മനസ്സ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. അപ്പോൾ സൗഖ്യമുണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്ന ഒരു ഉപമയാണ്, ഒരുവന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, ഒരാടിനെ കാണാതെ പോയാൽ അവൻ ഇന്ത്യയിൽ 99 മരുഭൂമിയിൽ വിട്ടേച്ച നീതിമാന്മാരെക്കുറിച്ച് പറയുന്നത്. ഇതേ കോണ്ടെക്സ്റ്റിലാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 15 ഉള്ളത്. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ഇതേ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് കർത്താവ് അത് പറയുകയും ചെയ്യുന്നത്. ആ ചുങ്കക്കാരും പാപികളും എല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നെന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പിറുപിറുത്തു. അവരോട് അവൻ ഒരു ഉപമ പറഞ്ഞു. നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടു കിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലേറ്റി വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെ അയൽക്കാരെ വിളിച്ചുകൂട്ടി കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടു കിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്നവരോട് പറയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ കുറിച്ചുള്ളതിനേക്കാളും മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധിക സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ്. ഒരു പാപി കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് കർത്താവിന് ആ സ്വർഗത്തിലെ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നത്. നീതിമാനെ കൊണ്ട് അവിടെ പ്രയോജനമൊന്നുമില്ല. കാരണം ഹീസ് എ കോമ്പറ്റീറ്റർ വിത്ത് ഗോഡ്. അവൻ ദൈവവുമായി മത്സരിക്കുന്ന ഒരാളാണ്. നീതിമാനെന്ന് നിങ്ങൾ സ്വയം വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവവുമായിട്ടാണ് മത്സരിക്കുന്നത്. കാരണം കർത്താവിനെ പോലെ നീതിമാൻ ആരുമില്ല. അതാണ് നീതിയുടെ നിലവാരമെങ്കിൽ നമ്മൾ ആരും നീതിമാന്മാരല്ല. നമ്മൾ കൃപയാൽ മാത്രം രക്ഷിക്കപ്പെടുന്നവരാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ജീവിത നിലവാരത്തെ നീതിയുടെ നിലവാരമായി കണ്ടിട്ട് അത് വെച്ച് നിങ്ങൾ നീതിമാന്മാരെന്ന് സ്വയം വിധിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ നീതിമാനെന്ന് വിളിക്കാൻ കാത്തിരിക്കാത്തവരും സ്വന്തം നീതി കൊണ്ട് നിങ്ങളെ തന്നെ നീതിമാന്മാരാക്കിയവരുമാണ്. അതാണ് ദൈവത്തോടുള്ള ഏറ്റവും വലിയ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. യു ഹാവ് അനദർ ജുഡീഷ്യൽ സിസ്റ്റം, അനദർ റൈച്ചസ്നെസ് സിസ്റ്റം വിച്ച് ഈസ് നോട്ട് വാട്ട് ദ ലോർഡ് ഹാസ് ഷോൺ അസ് ഓർ ഗിവൺ അസ്. വേറെ രീതിയിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു നീതിന്യായ കോടതിയും ഒരു ശിക്ഷാ വ്യവസ്ഥയും പീനൽ കോഡും ഒക്കെ ഉള്ളപ്പം നിങ്ങളൊരു 5-10 പേര് കൂടി ചേർന്നിട്ട് നിങ്ങളുടേതായൊരു നിയമക്രമം ഉണ്ടാക്കി അതനുസരിച്ച് ആൾക്കാരെ ശിക്ഷിക്കുകയും ഇതാണ് നീതിയെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ, നിയമങ്ങളെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആരോടെ യുദ്ധം ചെയ്യുന്നത്? ഈ രാജ്യത്തോടാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിനെതിരെയുള്ള, രാജ്യത്തിനെതിരെയുള്ള ദ്രോഹമാണ് ശരിക്കും വേറൊരു നീതി വ്യവസ്ഥ ഇതിനകത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്. സോ ദ ഹോൾ നേഷൻ ഹാസ് ടു ബി അണ്ടർ ദാറ്റ് വൺ കോഡ്, വൺ ക്രിമിനൽ കോഡ്. അതായത് ഒറ്റ നിയമത്തിൻ്റെ കീഴിൽ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ഒരു ആൾട്ടർനേറ്റ് നീതി വ്യവസ്ഥ കൊണ്ടുവന്നിട്ട് ദൈവം പറയാത്ത ഒരു നീതി സ്ഥാപിച്ചു. സ്വയം നീതിമാന്മാരെന്ന് വിചാരിക്കുന്നവർ ദൈവത്തിന് കോമ്പറ്റീറ്റേഴ്സാണ്, മത്സരികളാണ്. അവർ ദൈവത്തിൻ്റെ നീതി കണക്കിടാതെ സ്വന്തം നീതിയിൽ പ്രശംസിച്ചുകൊണ്ട് സ്വയം നീതിമാന്മാർ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്ത നീതിപ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലിസ്റ്റ് ചെയ്യുന്നതൊന്നും വേദപുസ്തകത്തിൽ കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ആ ഒരു നീതിയുടെ ഡിമാൻഡിനനുസരിച്ചുള്ളതായിരിക്കത്തില്ല. അതിലൊക്കെ വളരെ കുറഞ്ഞ കാര്യങ്ങളായിരിക്കും. ഞാൻ കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്നയാളാണെന്നോ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. കാരണം കർത്താവ് ഡിമാൻഡ് ചെയ്ത് അങ്ങോട്ട് ചെല്ലാതെ തന്നെ വേറൊരു നിലവാരത്തിൽ സ്വയം നീതിമാന്മാരെന്ന് വിശ്വസിക്കുന്നവരെയാണ് നമ്മളിവിടെ പരീശന്മാരായിട്ട് കാണേണ്ടത്. അവർക്കൊരിക്കലും വചനത്തിന് വേണ്ടിയുള്ള ഒരു വിശപ്പും ദാഹവും ഇല്ല എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. കർത്താവ് പറയാണ്, യാഗത്തിലല്ല കരുണയിൽ അത്ര ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ന് പോയി പഠിപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കോഴ്സ് ആകുമ്പോഴാണ് നമ്മൾ പോയി പഠിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ വെച്ച് അങ്ങ് പഠിച്ചിട്ട് പോകല്ലോ. നമുക്ക് വളരെ നിസ്സാരമായൊരു ചോദ്യമായിരുന്നു, ഒരു ഉത്തരമായിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ പഠിക്കാം. പക്ഷേ കർത്താവ് പറഞ്ഞത് ഈ കരുണ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ വെറുതെ തിയറിയായിട്ട് പഠിക്കാൻ പറ്റത്തില്ല. ഈ യാഗത്തിൽ കർത്താവിനെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിച്ച് നടക്കുന്നവർ, ദീർഘമായ പ്രാർത്ഥനകളിലൂടെ അല്ലെങ്കിൽ ഉപവാസ യജ്ഞങ്ങളിലൂടെ കർത്താവിനെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിച്ച് നടക്കുന്നവരോട് കർത്താവ് പറയുന്നത്, ഇങ്ങനെ നിങ്ങൾ എന്ത് ആത്മിക അഭ്യാസം എടുത്താലും എൻ്റെ പ്രസാദം യാഗത്തിലല്ല കരുണയിൽ അത്രയെന്നുള്ളത് നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ ഇത് മനസ്സിലാക്കിയാൽ പോരാ. നിങ്ങൾ പോയി ജീവിതത്തിൽ അത് അനുഭവിച്ച്, കരുണ എന്താണെന്ന് അനുഭവിച്ച് അത് പഠിച്ചിട്ട് വരണം. എത്ര ഭയങ്കരമാണ്. കാരണം ആ പരീശന്മാരുടെ കർത്താവ് പറയുന്നത്, ഗോ ആൻഡ് ലേൺ, ഗോ ആൻഡ് സ്റ്റഡി. എന്താണ് കൃപ?
എന്താണ് കരുണ? മനുഷ്യരോട് തോന്നുന്ന കരുണ, സ്നേഹം, ഇതാണ് ദൈവത്തിന് പ്രസാദമുണ്ടാക്കുന്ന കാര്യം. അതല്ലാതെ ഒരിക്കലും യാഗമല്ല. യാഗത്തിലല്ല, കരുണയിലത്ര ഞാൻ പ്രസന്റ്. അപ്പോൾ ആന്തരികമായി നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ആ പ്രസൻ്റ് ആകുന്ന, അതാണ് ശരിക്കും. കൃത്യമായി പ്രാർത്ഥിച്ചോ, കൃത്യമായി വചനം വായിച്ചോ, കൃത്യമായി സഭയിൽ പോയോ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിലൊന്നും അല്ല കർത്താവ് പ്രസാദിക്കുന്നത്. കർത്താവ് പ്രസാദിക്കുന്നത് നമ്മുടെ ആ അകത്തെ മനുഷ്യനിലാണ്. ക്രിസ്തുവിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട അകത്തെ മനുഷ്യൻ അത് കരുണ കാണിച്ചു തുടങ്ങുമ്പോൾ, സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, ക്ഷമിച്ചു തുടങ്ങുമ്പോൾ, ക്രിസ്തുവിൻ്റെ സ്വഭാവം കാണിച്ചു തുടങ്ങുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രസാദം അതിനുണ്ടാകുന്നത്. പലപ്പോഴും മതം ഈ സ്വാതന്ത്ര്യത്തിനൊരു വിലങ്ങുതടിയാണ്. ഈ ഒരു വിലങ്ങുതടി കൊണ്ട് തന്നെ, അതായത് ഒരാൾ ഒരു കുടുംബത്തിൽ വിശ്വാസത്തിലേക്ക് വരുന്നു, കുടുംബത്തിൽ ഒരാൾ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ എല്ലാവരെയും ആ മതം വെച്ച് ശ്വാസം മുട്ടിക്കുന്നു. അവർക്കിഷ്ടമുള്ള ഒന്നും നമ്മൾ സമ്മതിക്കില്ല. ഈ വിശ്വാസിയായ ഒരാൾ അവരവിടെ നിന്ന് ശ്വാസം മുട്ടി ഇവരെയും വെറുക്കുന്നു, കർത്താവിനെയും വെറുക്കുന്നു, സുവിശേഷത്തെയും വെറുക്കുന്നു. പക്ഷേ ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും ബൈബിളിലുള്ള കാര്യങ്ങൾ പോലും ആവണമെന്നില്ല. അവരുണ്ടാക്കി വെച്ച നീതി വെച്ച് അനേകരെ എന്ത് ചെയ്തിരിക്കുന്നു? മതത്തിനകത്ത് പൂട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഭാര്യ വിശ്വാസത്തിലാണ്, ഭർത്താവ് വരുന്നില്ല. ഭർത്താവ് വിശ്വാസത്തിലാണ്, ഭാര്യ വരുന്നില്ല. കാരണം എന്താണ്? മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ, കരുണയുമായി നിരക്കാത്ത നിയമങ്ങൾ, മതത്തിൻ്റെ പിടിവാശികൾ കുടുംബങ്ങളെ ഛിദ്രമാക്കിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞ ഇതാണ്: നിങ്ങൾ ആ ആൾക്കാരുടെ ഒരു കരുണ കാണിക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ അവർക്കറിയില്ല. ലെറ്റ് ദം ഫേസ് ദെയർ ലൈഫ് ആസ് ദേ ലൈക്ക്. അവർക്കിഷ്ടമുള്ള പോലെ, അവർക്ക് യുക്തം തോന്നുന്ന പോലെ ജീവിതത്തെ നേരിട്ടിട്ടുണ്ട്. നിങ്ങളുടെ മതത്തിലേക്ക് എന്തിനാണ് അവർ വരുന്നത്? അവർ വിശ്വസിച്ചാൽ ഓക്കെ, ഫൈൻ, അത് ദൈവം വിചാരിച്ചാലും നടക്കുള്ളൂ. പിന്നെ എന്തിനാണ് നമ്മൾ ഈ കുടുംബങ്ങൾക്കകത്തെല്ലാം ഈ പിടിവാശിയുടെ മതം സൃഷ്ടിച്ചു വെക്കുന്നത്? ഈ പിടിവാശിയുടെ മതം സൃഷ്ടിച്ചു വെക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? പരീശന്മാർ മാത്രം നമ്മളൂടെ കാണും. എന്നും പരീശന്മാർ കൂടെ കാണും. ഒരു ചുങ്കക്കാരനും പാപിയും എന്നോട് നമ്മുടെ സഭയിൽ വരികയില്ല. ഒരാളും വെളിയിൽ നിന്നുള്ള കഷ്ടതയിൽ ജീവിക്കുന്ന, കർത്താവിനെ തിരിച്ചറിയാൻ പറ്റാത്ത, പാപത്തിൽ ജീവിക്കുന്ന ഒരൊറ്റ ആൾ പോലും നമ്മുടെ കൂടെ വന്നിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളും പാപികളാണെന്ന് അവർക്കറിയാം. പക്ഷെ നമ്മുടെ അഭിനയം കണ്ടാൽ ഒരു പാപവും ചെയ്യാത്തവരെ പോലെ നമ്മളെ നോക്കുകയും അവരെ വിധിക്കുകയും ചെയ്യും. ഇതാണ് പരീശന്മാരുടെ പ്രശ്നം. കർത്താവ് പറയാണ്, ഈ കരുണ എന്താണെന്ന്, മനുഷ്യരോട് തോന്നേണ്ട കരുണ, എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഈ ചുങ്കക്കാരോടും പാപികളോടും ഞാൻ കാണിക്കുന്ന കരുണ എന്താണെന്ന്. അവർ യാഗം കഴിക്കാനൊന്നും വരുന്നില്ല. എനിക്ക് ഇവരോടുള്ള കരുണ അതെന്താണെന്ന് നീ പോയി പഠിക്കുക. അത് നിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകുമ്പോൾ എനിക്ക് നിന്നോട് പ്രസാദം ഉണ്ടാകും. എത്ര മനോഹരമായ വിശ്വാസമാണിത്. ഇതൊരു മതമില്ല. അതുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നൊരു മതമല്ലെന്ന് പറയുന്നത്. ഈ ഒരു വാക്യം തന്നെയാണ് അതിന് അടിസ്ഥാനം. യാഗത്തിലല്ല, നിങ്ങൾ എത്ര മനോഹരമായൊരു കാര്യം ചെയ്തു എന്നുള്ളതിലല്ല, യാഗത്തിലല്ല, കരുണയിലത്രേ പ്രസാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് ഈ ആത്മീക ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് സഭയായി, നിങ്ങൾ ഏതെങ്കിലും സഭയിൽ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു വിശ്വാസിയാണ്, തീവ്രവാദി വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ ഒരു അവിശ്വാസിയായ ചുങ്കക്കാരനോ ഒരു പാവിയോ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് ഭയം തോന്നുമോ? അതോ അടുത്ത് വന്നിട്ട് നിങ്ങൾ പറയുന്ന കേൾക്കാമെന്ന് തോന്നുമോ? കർത്താവിൻ്റെ അടുത്ത് ഇവർക്കൊക്കെ ഈസി. അപ്പം പരീക്ഷന്മാർ ചിന്തിക്കുകയാണ്, ഇവൻ മഹാഗുരുവായിട്ടും കർത്താവിൻ്റെ അടുത്ത് ഇറങ്ങി വന്ന ആളാന്ന് പറഞ്ഞിട്ടും ഈ ചുങ്കക്കാരും പാപികളൊക്കെ അടുത്ത് വന്നിരിക്കുമ്പോൾ വിവേചിക്കാൻ പറ്റുന്നില്ലേ? ഇവർക്കൊന്നും ഒരു വിവേചനപരമില്ലേ? എന്തുകൊണ്ടാണ് ദൈവം ഇവരൊക്കെ അത് അനുവദിക്കുന്നത്? എന്തുകൊണ്ടാണ് അനുവദിക്കുന്നത്? ഈ പറയുന്നവരെക്കാളും ഭേദമാണ് അവരിപ്പോഴും എന്നുള്ളതുകൊണ്ടാണ്. കാരണം കർത്താവ് നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ കയ്പാണ്, ഒരുപോലെ കടുപ്പമാണ്, ഒരുപോലെ പാപമാണ്. ഇതാണ് ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മതത്തെക്കുറിച്ച് തന്നെയാണ്. ഇതെല്ലാം ഈ കർത്താവിൻ്റെ എല്ലാ ടീച്ചിങ്സും നോക്കിക്കഴിഞ്ഞാൽ റിലീജിയനെ വളരെ ശക്തമായിട്ട് ആക്രമിക്കും നമുക്ക് കാണാൻ പറ്റും. പഴയ നിയമത്തിൽ ഒരു റിലീജിയസ് വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതിന് പുറകിൽ മറഞ്ഞിരുന്ന ഒരു നീതി, പുതിയ നിയമം ഉണ്ടായിരുന്നു. ഈ റിലീജിയസ് വ്യവസ്ഥ തകർത്തുകൊണ്ടാണ് കർത്താവ് ഇടപെടുന്നത്. കാരണം ആ റിലീജിയസ് വ്യവസ്ഥ, മതപരമായ വ്യവസ്ഥ എന്തിനു കൊടുത്തിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഈ നീതി വെളിയിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് അത് കൊടുത്തിരുന്നത്. ഒരു പുറംചട്ടയായി, ഒരു ശിശുപാലകനായി. കർത്താവ് എന്താ ചെയ്തത്? ആ ശിശുപാലകനെ വിട്ടിട്ട് അതിനകത്തെ പൊരുൾ വെളിയിലേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു, ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അപ്പം ഈ യേശുക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്നവർക്ക് ഉപവാസം ഇല്ലൊന്നുമില്ല. അതായത് ദേ വർ നോട്ട് പാർട്ട് ഓഫ് ദ ഓൾഡ് റിലീജിയൻ. അപ്പോൾ കർത്താവ് പറഞ്ഞു, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിവില്ല. മണവാളൻ പിരിഞ്ഞു പോകുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. ഇതിനകത്ത് പല അർത്ഥങ്ങൾ നമുക്ക് ഈ വാക്യങ്ങളിൽ കാണാൻ പറ്റും. മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല. മണവാളൻ പിരിഞ്ഞു പോകുന്ന ആൾ വരും, അന്ന് അവർ ഉപവസിക്കും. അപ്പോൾ ഉപവാസം എന്ന് പറയുന്നത് എപ്പോഴും ദുഃഖവുമായിട്ട് കണക്ട് ചെയ്തതാണ്. പഴയ നിയമത്തിലല്ല ഉപവാസവും പ്രാർത്ഥനയും രട്ടെടുത്ത് ആഹാരം കഴിക്കാതെ കിടക്കുന്ന ഒരു അനുതാപത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഭാഗമായിട്ടാണ്, ദുഃഖം ആചരിച്ചാണ് അങ്ങനെ കിടക്കുന്നത്. കർത്താവ് പറയാണ്, ദുഃഖിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഉപവസിക്കുന്നതെന്നാണ്.
അപ്പോൾ പഴയ നിയമത്തിൽ ആ ഒരു സമയത്ത് ഉപവാസം ഈസ് ഈക്വൽ ടു ദുഃഖം. നമുക്ക് എന്തെങ്കിലും വേദനയോ ദുഃഖമോ ഒരു അപകടത്തിലോ കഷ്ടത്തിലോ പെടുമ്പോൾ കർത്താവിനോട് നിലവിളിക്കുകയാണ്, ആഹാരം ഇല്ലാതെ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുക. അതിനെയാണ് ഈ ഉപവാസം അന്ന് എടുത്തുകൊണ്ടിരുന്നത്. എന്തെങ്കിലും കർത്താവിൻ്റെ പ്രവചനം വരുമ്പോൾ അവർ കുറ്റം വിധിക്കുന്നതായിട്ട് കാണുമ്പോൾ അവർ ഉപവസിക്കും. അപ്പോൾ ഇതെല്ലാം വേദന, ആ കരച്ചിലാണ് ഉപവാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ പോലെ വിസ ശരിയാക്കാൻ വേണ്ടിയുള്ള ഉപവാസമായിരുന്നില്ല, അല്ലെങ്കിൽ ഈ ലോകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപവാസമായിരുന്നില്ല. കരച്ചിലായിരുന്നു ഈ ഉപവാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് പറയാണ്, ഇത് കരച്ചിലിൻ്റെ ഒരു പരിപാടിയല്ല. കാരണം മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കാൻ ദുഃഖിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യില്ല, അവർ ഉപവസിക്കുന്നില്ല. കാരണം പഴയ വ്യവസ്ഥ അങ്ങനെ അല്ലായിരുന്നു. പുതിയ വ്യവസ്ഥയിൽ മണവാളൻ എപ്പോഴും കൂടെയുണ്ട്, പഴയ വ്യവസ്ഥയിൽ മണവാളൻ എപ്പോഴും കൂടെയില്ല. അപ്പോൾ പഴയ തുണിക്കണ്ടവും പുതിയ തുണിക്കണ്ടം, അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, കോടി തുണിക്കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറില്ല, തുന്നിച്ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും, ചീന്തൽ ഏറ്റവും വല്ലാതെയായി തീരും. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിൽ പകരുമാറുമില്ല, പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞൊഴുകിപ്പോകും, തുരുത്തി നശിച്ചു പോകും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകർന്നു വെക്കുകയുള്ളൂ, അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത് രണ്ട് തരത്തിലുള്ള സ്പിരിച്വാലിറ്റിയാണ്. ഒന്ന് പഴയ തുണിയാണ്, മറ്റൊന്ന് പുതിയ തുണി. ഈ പഴയ തുണിയും പുതിയ തുണിയുടെ തുന്നി കെട്ടിക്കഴിഞ്ഞാൽ ആ തുന്നി കെട്ടിയ ഭാഗം വിട്ട് പഴയ തുണി അങ്ങ് വിട്ടുപോകും, പഴയ തുണി പൊടിഞ്ഞു പോകും. അതൊരു കീറിയ വസ്ത്രം, ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ അതൊരു കീറിയ വസ്ത്രം പോലെ ഇരിക്കും. അപ്പോൾ ദുഃഖത്തിൻ്റെ, കർത്താവ് അടുത്തില്ലാത്തതിൻ്റെ, ദൈവം തള്ളിക്കളഞ്ഞു എന്നുള്ള പ്രവചനം വരുമ്പോൾ അങ്ങനെയുള്ള ദുഃഖത്താൽ അന്ന് നടന്നിരുന്ന ഉപവാസങ്ങൾ കർത്താവ് വന്ന് അവൻ്റെ ശിഷ്യന്മാരെ ചേർത്ത് കൂടെ നടക്കുമ്പോൾ എങ്ങനെ അവർക്ക് ദുഃഖിക്കാൻ പറ്റും എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. വെൻ ദ ബ്രൈഡ് ഗ്രൂം ഈസ് നിയർ യു, ഹൗ ക്യാൻ യു ക്രൈ ഇൻ സാഡ്നസ് ആൻഡ് ഇൻ ആംഗർ? അപ്പം നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കുമായിരിക്കും, ഉപവാസം ആവശ്യമല്ലേ, അപ്പം വേണ്ടാന്നാണോ ബ്രദർ പറയുന്നത്? നിങ്ങൾ ഒരുപക്ഷെ എന്നോട് ചോദിക്കുമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, പുതിയ നിയമത്തിൽ സഭ ഉപവാസം എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. സഭ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, കഷ്ടതയുടെ നടുവിൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടി, കുറച്ച് സമയം വേറിട്ടിരിക്കാൻ വേണ്ടി ആയിരിക്കാം. എന്താണ് ഉദ്ദേശം എന്നോട് പറയുന്നില്ലെങ്കിലും പുതിയ നിയമത്തിൽ സഭ ഉപവാസം എടുത്തായിട്ട് നമുക്ക് കാണാം. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് വ്യക്തിപരമായി നമുക്ക് ദൈവം നൽകുന്ന ഡയറക്ഷൻ അനുസരിച്ചോ സഭയ്ക്ക് ദൈവം കൊടുക്കുന്ന ഡയറക്ഷൻ അനുസരിച്ചോ നടക്കേണ്ട ഒരു കാര്യമാണ്. പുതിയ നിയമത്തിൽ ഒരിടത്തും ഉപവാസം എടുക്കണം എന്നൊരു നിബന്ധന വെച്ചിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കണം. പ്രാർത്ഥിക്കാൻ എപ്പോഴും പറയുന്നുണ്ട്, എന്നാൽ ഉപവസിക്കുമെന്ന് എപ്പോഴും പറയുന്നില്ല. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പിശാചിനെ പുറത്താക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് മുമ്പ് ഈ ശിഷ്യന്മാർ പോയി പല പിശാചുക്കളെയും പുറത്താക്കാൻ നോക്കിയിട്ട് അവരൊന്നും പോയില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ നീങ്ങിപ്പോകില്ല. കാരണം നമ്മുടെ ലൈഫിൽ ഈ മോഹങ്ങളും ആസക്തികളെല്ലാം ഇരിക്കുമ്പം അത് സാത്താൻ്റെ തന്നെ ഒരു ലോകം നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം വിട്ട് ഉപവസിച്ച് മാറിയിരുന്നാലേ ആ അധികാരം ഉണ്ടാവുള്ളൂ. പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു. എന്നാൽ കർത്താവ് പഴയ നിയമം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നവരെ അങ്ങനെയായിരുന്നു. എന്നാൽ കർത്താവ് ക്രൂശിൽ മരിച്ചു കഴിയുമ്പോൾ ഈ പിശാചുക്കൾ ഓടാൻ നമ്മുടെ ഉപവാസം കണ്ടല്ല അത് പേടിക്കുന്നത്. നമ്മുടെ ഉപവാസമോ പ്രാർത്ഥനയോ നമ്മുടെ ആത്മിക അഭ്യാസങ്ങളൊന്നുമല്ല, ക്രിസ്തുവിൻ്റെ നാമമാണ്. കാരണം അവൻ കാൽവരി ക്രൂശിൽ സാത്താൻ്റെ തലയെ തകർത്ത രക്ഷകനാണ്, അധികാരിയാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിന്മേലാണ് അവർ വിറയ്ക്കുന്നത്, നമ്മുടെ ഉപവാസത്തിന്മേലല്ല. അപ്പോൾ ഈ കർത്താവിൻ്റെ കാലത്തുള്ള ഉപവാസം, അതായത് ഇസ്രായേൽ മക്കൾ അന്ന് പിന്തുടർന്നു പോന്നിരുന്ന ഉപവാസം എന്ന് പറയുന്നത് ഈ ഒരു തലത്തിലുള്ളതായിരുന്നു. അതായത് നമ്മൾ ലോകത്തോടുള്ള സെപ്പറേഷൻ അനുഷ്ഠിക്കാൻ, ലോകത്തോടുള്ള സെപ്പറേഷൻ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ഉപവാസം എടുത്ത് അനുഷ്ഠിക്കേണ്ടതല്ല. നമ്മൾ എപ്പോഴും സെപ്പറേറ്റഡ് ആയിരിക്കണം. ലോകവുമായിട്ട് ഉപവാസം കഴിഞ്ഞ് പിന്നെ പോയി കൂട്ടുകൂടാൻ പറ്റുമോ? ഇല്ല. ദർ ഇസ് നോ കമ്പാർട്ട്മെൻ്റലൈസ്ഡ് കമ്പാർട്ട്മെൻ്റലൈസ്ഡ് സിസ്റ്റംസ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ്. അതായത് ഇന്ന് ഉപവാസം, ഇന്ന് ലോകത്തോട് നോ, നാളെ ലോകത്തോട് യെസ്, നാളെ ഉപവാസമില്ല. ഇത് ഭയങ്കരമല്ലേ അത്? അപ്പോൾ ഏതാ ശരി? അപ്പോൾ മറ്റേ തെറ്റാണെങ്കിൽ പിന്നെ അതൊരിക്കലും ചെയ്യരുതല്ലോ. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയിട്ടുള്ളത് ഈ പൗരോഹിത്യ സഭകളിലുള്ള നോമ്പ് നോക്കലാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം അവർ ഇറച്ചി, മീൻ, മുട്ട, പാല് കഴിക്കില്ല. ചിലർ പാല് കുടിക്കും, കാരണം ചായ കുടിക്കാതെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. മുട്ട, മീൻ, ഇറച്ചി കഴിക്കില്ല. അപ്പം വെജിറ്റേറിയൻസ് ജീവിതകാലം മുഴുവനും നോമ്പിലാണ്. അവർക്ക് നോമ്പാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ വിശുദ്ധരായിരിക്കും, ചില ദിവസങ്ങളിൽ വ്രതമായിരിക്കും, അല്ലാത്ത ദിവസങ്ങളിലൊക്കെ സാധാരണ മനുഷ്യരായിരിക്കും. ഇതിനെയാണ് നമ്മൾ കമ്പാർട്ട്മെൻ്റലൈസ്ഡ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഓരോ കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കില്ല അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നമുക്കൊരു പൊതുവായ ഒരു സ്വഭാവമല്ല ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും കേട്ടതിൽ നിങ്ങൾ ഉപവാസം എടുക്കരുതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഉപവാസം എടുക്കുന്നതിൻ്റെ ഉദ്ദേശം, പുതിയ നിയമത്തിൻ്റെ ഉദ്ദേശം നിർബന്ധം അല്ല,
അത് കർത്താവിൻ്റെ പ്രസൻസിൽ ഇരിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ഒരു പ്രത്യേക ആത്മനിയോഗത്തിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ്. ഇത് പിശാചിനെ തോൽപ്പിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. അങ്ങനെ പിശാചിനെ തോൽപ്പിക്കാൻ നമുക്ക് കർത്താവിൻ്റെ നാമത്തിൻ്റെ അധികാരം വേണം. അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കണം. ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഭൂതങ്ങൾ വിറയ്ക്കുന്നത്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും കൃപാവരങ്ങൾ നേടിയെടുക്കാനൊന്നും അല്ല ഉപവസിക്കുന്നത്. ഉപവാസം ഈസ് ടു ബി വിത്ത് ദ ലോഡ്. അവൻ്റെ പ്രസൻസ് എനിക്ക് മിസ്സായി തോന്നുകയാണ്. എനിക്ക് കുറച്ച് നേരം അവൻ്റെ സന്നിധിയിൽ ഇരിക്കണം തോന്നുകയാണ്. മണവാളൻ കൂടെ ഇല്ല എന്ന് അനുഭവപ്പെടുകയാണ്. ഐ വാണ്ട് മോർ ഓഫ് ഹിസ് പ്രസൻസ്. അല്ലെ, എനിക്ക് ആവശ്യമുള്ളത്രയും എനിക്ക് ആ പ്രസൻസ് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണ്. അങ്ങനെയുള്ള നിയോഗങ്ങൾ വരുമ്പോൾ കർത്താവിൻ്റെ അടുത്തിരിക്കാൻ വേണ്ടി അല്ലാതെ ഈ ഉപവാസവും യജ്ഞവും മൃതവും ഞാൻ എൻ്റെ വിസ ശരിയാകുന്നത് വരെയും ഞാൻ ഉപവാസം എടുക്കുന്നൊക്കെ പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ സഹോദരങ്ങൾ, അതിനൊന്നും യാതൊരു ആത്മീകമായ അർത്ഥവുമില്ല. കർത്താവ് പറയുകയാണ്, ഇത് പഴയ തുണിയും പുതിയ തുണിയും കൂടെ മിക്സ് ചെയ്ത് ആകെ കീറി നശിപ്പിക്കുന്ന ഒരു എഫക്റ്റിലേക്ക് വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞോ പകരാറില്ല. അപ്പോൾ പഴയൊരു സ്പിരിച്വാലിറ്റി കാര്യങ്ങൾ നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അങ്ങനെയുള്ളൊരു പരിപാടി പുതിയ നിയമത്തിലില്ല. പുതിയ നിയമത്തിൽ നമുക്ക് കർത്താവിനെയാണ് സ്നേഹിക്കുന്നത്. നമുക്ക് വേണ്ടത് കർത്താവിനെ മാത്രമാണ്. ഇതിനകത്ത് വേറെ ഒന്നും നേടാനില്ല. ഒന്നും നേടാൻ വേണ്ടിയുള്ളതല്ല പുതിയ നിയമത്തിലെ ഉപവാസം. ഇറ്റ്സ് ജസ്റ്റ് ടു എൻജോയ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. അത് നിർബന്ധമല്ല, കാരണം കൽപ്പനയില്ല. നമുക്ക് ആത്മാവ് ഉള്ളിൽ നിന്ന് പ്രേരിപ്പിക്കണം. കർത്താവിൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കാം, വചനമായിട്ടിരിക്കാം, അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും തോന്നണം. അപ്പോൾ ഇതാണ് സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ, ഈ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ രണ്ട് ടീച്ചിങ് ആയിട്ട് നമ്മൾ കാണുന്നു. ഒന്ന്, അതും രണ്ടും ആത്മീയതയെക്കുറിച്ചാണ്. ഒന്ന്, പാപികളോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അവിശ്വാസികളായ ആളുകൾ, അവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്, അവരെ നമ്മൾ ശത്രുക്കളായി മാറ്റി നിർത്തിയിരിക്കുകയാണോ, അവരെ കൊള്ളില്ലാത്തവരെന്ന് ചിന്തിക്കുകയാണോ, അതോ അവർക്ക് രക്ഷാമാർഗം തുറന്നു കിട്ടത്തക്ക രീതിയിൽ ഞാൻ അവരോട് സ്നേഹത്തോടെ ഇടപെടുകയാണോ, അതോ എൻ്റെ മതം കൊണ്ട് അവരെ ശ്വാസം മുട്ടിക്കുകയാണോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. കർത്താവ് പറയുന്നു, അവരോട് ഇത്തിരി കരുണ കാണിക്കുക. യാഗത്തെക്കാളും പ്രധാനമാണ് നിങ്ങൾ അവരോട് കാണിക്കുന്ന കരുണ. അടുത്തത് ഉപവാസത്തെക്കുറിച്ചാണ്. ഉപവാസം എന്ന് പറയുന്ന പഴയ നിയമത്തിലെ ഉപവാസങ്ങളെക്കുറിച്ചാണ് അവിടെ ചോദിക്കുന്നത്. പുതിയ നിയമത്തിലെ ഉപവാസം ഞാൻ പറഞ്ഞല്ലോ, അത് തികച്ചും വ്യത്യസ്തമാണ്. പുതിയ നിയമത്തിലെ ഉപവാസം ഒരു ബാധ്യതയായി ചെയ്യുന്നതല്ല, ഒരു നിയോഗത്തിൽ ചെയ്യുന്നതാണ്. എന്നാൽ പഴയ നിയമത്തിലെ ഉപവാസങ്ങൾ മിക്കവാറും ആ കരച്ചിലുമായിട്ട് ബന്ധപ്പെട്ടാണ്, പലപ്പോഴും അനുതാപവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതല്ലെങ്കിൽ ഒരു കാര്യം ദൈവത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനോ നേടിയെടുക്കാനോ ഒക്കെയാണ്. എന്നാൽ പുതിയ നിയമം അങ്ങനെയല്ല. പുതിയ നിയമത്തിലെ ഉപവാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടി മാത്രമാണ്. അതൊരു ദുഃഖവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. അത് കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന ജോയിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതൊരു നിർബന്ധമല്ല. അത് ആത്മനിയോഗത്തിൽ മാത്രമേ അത് ചെയ്യാവൂ. നേരത്തെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഉപവാസം എടുക്കുന്നവർ രഹസ്യമായി ചെയ്യണം, പരസ്യമായി നോട്ടീസ് അടിച്ചിട്ടല്ല. കർത്താവിന് മുമ്പിൽ, മണവാളൻ്റെ മുമ്പിൽ മണവാട്ടിയിരിക്കുന്ന പോലെയാണ് ഉപവാസം എടുക്കുന്നയാൾ ദൈവത്തിന് മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കരുണയിൽ പ്രസാദിക്കുന്ന ദൈവത്തിലേക്ക്, അവൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി നമുക്ക് ധൈര്യമായി അവൻ്റെ മുഖത്തേക്ക് നോക്കാം. ദൈവം തീർച്ചയായിട്ടും കരുണയുടെ ദൈവമാണ്. നമ്മുടെ പിടിവാശികളല്ല നമ്മളെ വിശുദ്ധരാക്കുന്നത്. നമ്മളുടെ ഉള്ളിലേക്ക് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും കരുണയുമാണ്. അത് നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം ആ കരുണയുടെ വലിയ ആലിംഗനത്തിലേക്ക് കൊണ്ടുവരും. അവരുടെ ഹൃദയത്തിൽ സമാധാനവും സ്വാതന്ത്ര്യം കൊടുക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.